തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുനമ്പം സമരപ്പന്തലിൽ ഉണ്ട്. അദ്ദേഹം സമരപ്പന്തൽ സന്ദർശിക്കുന്നു. ഒപ്പം അവിടെ ഐക്യദാർഢ്യ യാത്ര നടക്കാൻ പോവുകയാണ്. ആ യാത്ര പാംപ്ലാനി നയിക്കും എന്നാണ് അറിയുന്നത്. സഭയുടെ സിനഡിന്റെ സെക്രട്ടറി കൂടിയാണ്. അഭിനന്ദിതാവ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇന്ന് ഈ സമരവേദിയിൽ എത്തി ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി എത്തിയതിന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ, കോട്ടപ്പുറം രൂപതയുടെ പേരിൽ, വേളാങ്കണ്ണി മാതാപ്പള്ളിയുടെ പേരിൽ, വികാരിയച്ഛന്റെ പേരിൽ ഏറ്റവും ഹൃദ്യമായ സ്വാഗതം പിതാവിന് ആശംസിക്കുന്നു. മുനമ്പം സമരപ്പന്തലിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ശക്തമായ രീതിയിലേക്ക് സമരത്തിൻ്റെ ഓരോ മുഖവും അതിൻ്റെ ഭാഗമാണ് ഈ ഐക്യദാർഢ്യ യാത്രയും ഒക്കെ. ഇന്നിപ്പോൾ ജോസഫ് പാംപ്ലാനി ഉണ്ട് സമരപ്പന്തലിൽ. വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് ഈ യാത്ര? സമരം അനുദിനം ശക്തമാകുമ്പോൾ അവിടെ കൂടുതൽ ബിഷപ്പുമാർ തന്നെ നേരിട്ട് ഈ സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ജോസഫ് പാംപ്ലാനി, അദ്ദേഹം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധി വിശ്വാസികളും ഒപ്പം തന്നെ KCYM-ന്റെ എല്ലാം തന്നെ പ്രവർത്തകരും എല്ലാം അണിനിരുന്ന ഒരു ഐക്യദാർഢ്യ യാത്രയായിട്ടാണ് അദ്ദേഹം ഇവിടത്തേക്ക് ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തിയത്. അവിടെ വലിയൊരു സ്വീകരണം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ശക്തമായി തന്നെ നിലപാടുകൾ എന്നും തുറന്നു പറയാൻ സധൈര്യം മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ബിഷപ്പാണ് അദ്ദേഹം. എല്ലാ ഘട്ടത്തിലും അനീതിക്കെതിരെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ സമരവേദിയില് കഴിഞ്ഞ 32 ദിവസങ്ങളായി മുനമ്പം സമരത്തെ, ഇവിടെ അനുഭവിക്കുന്ന സാമൂഹിക അനീതിയെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടി സമരരംഗത്തായിരിക്കുന്ന പ്രിയപ്പെട്ട മുനമ്പം ജനതയുടെ പ്രതിനിധികളെ നിങ്ങൾക്ക് തലശ്ശേരി അതിരൂപതയുടെ എന്നല്ല, കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുഴുവനും അഭിവാദ്യങ്ങളും വിജയാശംസകളും ഞങ്ങൾ നേരുകയാണ്. നീതിക്ക് വേണ്ടി, അതായത് പിറന്ന മണ്ണിൽ ജീവിക്കാൻ പണം കൊടുത്ത് ആധാരം ചെയ്ത് പട്ടയ അവകാശമുള്ള ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് കുടിയിറക്കപ്പെടാതിരിക്കാനുള്ള റവന്യൂ അവകാശം. മുനമ്പം സമരപ്പന്തലിലേക്ക് മാർ ജോസഫ് പാംപ്ലാനി ഐക്യദാർഢ്യ യാത്ര നയിച്ച് എത്തുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടെ സംസാരിക്കുകയാണ്.